യുക്രൈൻ റഷ്യ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന സമയമാണിപ്പം. എന്തുകൊണ്ടാണ് ഈ റഷ്യക്ക് ഉക്രൈനോട് ഇത്ര ദേഷ്യം? അതല്ലെങ്കിൽ ഉക്രൈൻ എന്തുകൊണ്ടാണ് റഷ്യയോട് ഇത്രയധികം ദേഷ്യം? അതിൻ്റെ പ്രധാന കാരണങ്ങൾ അറിയണമെങ്കിൽ ചരിത്രം നോക്കിയേ പറ്റൂ. നമുക്ക് 17-18 നൂറ്റാണ്ടുകളിൽ റഷ്യ ഭരിച്ചിരുന്നത് ഒരു രാജവംശങ്ങളായിരുന്നു. ഒരു സ്ലേവിക് കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു റഷ്യ. അത് കഴിഞ്ഞ് മംഗോളിയൻ വന്നു, പിന്നെ ഹംഗേറിയൻ രാജവംശങ്ങൾ വന്നു, അങ്ങനെ പോയി. ഒരു 18-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും റഷ്യൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത് കാതറിൻ ചക്രവർത്തിനിയായിരുന്നു. ഈ കാതറിൻ ചക്രവർത്തിനിക്ക് അവരുടെ രാജ്യം കുറച്ചുകൂടി വിപുലമാക്കാനുള്ള താല്പര്യം തോന്നുകയും അതിനനുസരിച്ച് അവരവരുടെ സാമ്രാജ്യത്തെ വിപുലപ്പെടുത്താനും തുടങ്ങുകയും. അങ്ങനെ ഇരിക്കെയാണ് 1812 ഫ്രാൻസിൻ്റെ നെപ്പോളിയൻ ബൊണാപ്പാർട്ട് ഈ റഷ്യ ആക്രമിക്കുന്നത്. അപ്പോൾ റഷ്യയിൽ വലിയൊരു സൈനിക പട്ടാളമുണ്ട്. അതുകൊണ്ട് ഫ്രാൻസ് എങ്ങനെ ആക്രമിച്ചാലും റഷ്യ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് ഫ്രാൻസിന് അറിയാമായിരുന്നു. അതോടൊപ്പം റഷ്യയ്ക്കും അറിയാമായിരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾ വരികയൊക്കെ ചെയ്തു റഷ്യയിൽ. എങ്കിൽ പോലും റഷ്യ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞ് 1917 ഉക്രൈൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം റഷ്യയുടെ അതിർത്തിയിൽ പതുക്കെ ആ ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ ശക്തി റഷ്യക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. ഇത് റഷ്യക്ക് അതിർത്തിയിൽ വരുന്ന ഒരു രാജ്യമായിരുന്നു. ഒരുപാട് അതിർത്തി രാജ്യങ്ങളുണ്ട്. പക്ഷേ ഈ ഉക്രൈനെ ശ്രദ്ധിക്കാൻ കാരണം ഉക്രൈന് വളരെ ശക്തിയുള്ള ഒരു രാജ്യമായിരുന്നു. അതിനൊപ്പം തന്നെ അവിടെ ഒരുപാട് കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഇപ്പം ഒരുപാട് കൃഷി ചെയ്യുമായിരുന്നു. ജനങ്ങളൊക്കെ അധ്വാനിക്കുന്നവരായിരുന്നു. ഒരു സ്വതന്ത്ര രാജ്യമായിട്ടായിരുന്നു ഈ 1917 ജൂൺ 23 ഉക്രൈൻ അറിയപ്പെട്ടിരുന്നത്. അപ്പം ഇതിനകത്ത് ഈ പറയാറുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് യൂറോപ്പ് എന്നാണ് ഉക്രൈൻ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അത് വളരെ സമ്പുഷ്ടമായ ഒരു രാജ്യമായിരുന്നു ഈ ഉക്രൈൻ. 1817 ആണ് റഷ്യൻ വിപ്ലവം വരുന്നത്. ഇപ്പം ഈ ഫ്രാൻസ് ആക്രമിച്ചതിന് ശേഷമാണ് ഈ റഷ്യൻ വിപ്ലവം വരുന്നത്. റഷ്യൻ വിപ്ലവം എന്ന് പറയുമ്പം ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം റഷ്യയിലേക്ക് വരികയായിരുന്നു, ലെനിൻ്റെ അധീനതയിലുള്ള. അങ്ങനെ ഒരു സോവിയറ്റ് യൂണിയൻ സ്ഥാപിതമാകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു അവിടെ നടന്നിരുന്നത്. അങ്ങനെ 1817 റഷ്യൻ വിപ്ലവം വരുന്നു. കമ്മ്യൂണിസം പതുക്കെ നിലവിൽ വരാൻ തുടങ്ങുന്നു. സോവിയറ്റ് യൂണിയൻ രൂപകൽപ്പന ചെയ്യുന്നു. ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം 1917 ഈ ജൂൺ 23 ഉക്രൈൻ എന്ന് പറയുന്ന പീപ്പിൾ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു രാജ്യം റഷ്യയുടെ അതിർത്തിയിൽ പതുക്കെ തലപൊക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ വളരെ സമ്പുഷ്ടമായ ഒരു രാജ്യമായിരുന്നു അത്. അവിടെ ഒരുപാട് നിലങ്ങളുണ്ടായിരുന്നു, കൃഷിയിടങ്ങളുണ്ടായിരുന്നു, ജനങ്ങൾ അധ്വാനിക്കുമായിരുന്നു. അങ്ങനെ വളരെ വളരെ ശക്തമായൊരു രാജ്യം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഉക്രൈൻ ആ രാജ്യത്തെ ബാക്കി റഷ്യയും എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം ഈ സോവിയറ്റ് യൂണിയൻ 1922 എത്തിയപ്പോഴത്തേക്കും ഈ അതിർത്തിയിലെ കൊച്ചു കൊച്ചു രാജ്യങ്ങളെയൊക്കെ ചേർത്ത് ഈ സോവിയറ്റ് യൂണിയൻ രൂപീകൃതമാകുകയാണ് ലെനിൻ്റെ മധ്യസ്ഥതയിൽ. അപ്പം ലെനിനാണ് അതിൻ്റെ ഭരണാധികാരിയായിട്ട് വരുന്നത്. കമ്മ്യൂണിസം അവിടെ നിലവിൽ വരികയായിരുന്നു. അപ്പോൾ പക്ഷേ ഈ കമ്മ്യൂണിസം നിലവിൽ വന്നപ്പോഴും ഈ ഏകാധിപതിയായ ലെനിൻ ഇവിടെ ഭരിക്കുമ്പോഴും അതിനുള്ളിൽ തന്നെ പല പല അസ്വാരസ്യങ്ങളും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനിടയിൽ ചെറു രാജ്യങ്ങളൊക്കെ 12 രാജ്യങ്ങളെ ചേർത്താണ് ഈ സോവിയറ്റ് യൂണിയൻ വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ 12-15 രാജ്യങ്ങളുണ്ടായിരുന്നു ഈ അതിർത്തിയിലുള്ള. ഈ രാജ്യങ്ങളെ ചേർത്തതിൻ്റെ കൂട്ടത്തിൽ യുക്രൈനും സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാവുകയാണ്. അങ്ങനെ വലിയൊരു സോവിയറ്റ് യൂണിയൻ സാമ്രാജ്യം വരുന്നു. ഇതിനിടയിൽ 1941 കാലഘട്ടം വന്നപ്പോൾ വീണ്ടും ജർമ്മനിയിലെ ഹിറ്റ്ലർ ഈ സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുകയാണ്. പക്ഷേ അന്നും പിടിച്ചു നിന്നു. കാരണം സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞൊരു മഹാസാമ്രാജ്യമുണ്ട്, അതിന് വലിയൊരു സൈനിക പട്ടാളമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഹിറ്റ്ലറുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് കെൽപ്പുണ്ടായിരുന്നു ഈ സോവിയറ്റ് യൂണിയനും. പക്ഷേ അത് കഴിഞ്ഞ് 1991-92 കാലഘട്ടമായപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ്റെ പതർച്ച, സോവിയറ്റ് യൂണിയൻ താഴെ പോവുമായിരുന്നു, തകർച്ചയായിരുന്നു അവിടെ നേരിട്ടിരുന്നത്. ആ സമയമായപ്പോഴേക്കും ഈ ചെറു രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമാകാൻ തുടങ്ങി. ഈ 12-15 ചെറു രാജ്യങ്ങളുണ്ടായിരുന്നു, ഈ അതിർത്തി രാജ്യങ്ങൾ. ഇവരെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടി, അവർക്കൊക്കെ സ്വതന്ത്രമായി നിലകൊണ്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഉക്രൈനും സ്വാതന്ത്ര്യം കിട്ടി. ഉക്രൈനും 91 കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1991 ഉക്രൈന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പം ഈ ഉക്രൈന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഈ സോവിയറ്റ് യൂണിയൻ രൂപവൽക്കരിച്ചെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ഈ റഷ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള ആണവായുധ ശേഖരവും മിസൈലുകളും ഒക്കെ ഈ സൂക്ഷിച്ചിരുന്നതും അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിരുന്നത് ഈ ഉക്രൈനിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഉക്രൈൻ എല്ലാവർക്കും വളരെ ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു എന്ന് വേണം പറയാൻ.
അങ്ങനെ ഇതിനിടയ്ക്ക് ഇപ്പം 1949 ശരിക്കും പറഞ്ഞാൽ നാറ്റോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്ഥാപിതമാവുന്നത്. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു ഈ നാറ്റോ. നാറ്റോ മീൻസ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ഈ നാറ്റോ അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഇത് രൂപവത്കൃതമായത്. വാഷിങ്ടണിൽ വെച്ചിട്ടാണ് ഈ വാഷിങ്ടൺ ഉടമ്പടി ഒപ്പുവെച്ചാണ് ഈ നാറ്റോ നിലവിൽ വന്നതും. പക്ഷേ ഇതിനകത്ത് ഈ നാറ്റോ സഖ്യത്തിൽ ഏകദേശം ഒരു 12 രാജ്യങ്ങൾ അംഗമായിരുന്നു. ഈ നാറ്റോയുടെ ഒരു കരാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാറ്റോയിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങൾ അതിലേതെങ്കിലും ഒരു രാജ്യത്തിന് വേറൊരു രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു ആക്രമണം നേരിട്ടാൽ ബാക്കി 11 രാജ്യങ്ങളും ഈ രാജ്യത്തിനൊപ്പം നിൽക്കുമെന്നായിരുന്നു ഈ കരാർ. അത് പക്ഷേ വളരെ ഹെൽത്തി ആയിട്ട്, എന്ന് വെച്ചാൽ ബാക്കി രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം വീക്കാണെങ്കിൽ പോലും മറ്റു രാജ്യങ്ങളുണ്ടല്ലോ അവരെ സഹായിക്കാൻ. അങ്ങനെ യൂറോപ്യൻ യൂണിയന് ശരിക്കും യൂറോപ്പിൽ ഒരു സമാധാനവും സുരക്ഷയും ഒക്കെ വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ നാറ്റോ രൂപവത്കൃതമായതും. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ സോവിയറ്റ് യൂണിയൻ തകർച്ചയിലേക്കായി എന്ന് പറഞ്ഞു. ആ തകർച്ചയിലേക്കായപ്പോഴത്തേക്ക് ചെറു രാജ്യങ്ങളെയൊക്കെ വിട്ടുകൊടുത്തെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ദരിദ്ര രാഷ്ട്രങ്ങളായിപ്പോയി. ഈ രാഷ്ട്രങ്ങളിൽ മിക്കതും യൂറോപ്യൻ യൂണിയനോട് ചേരുകയും ചെയ്തു. അപ്പം അങ്ങനെ ഇരിക്കെ ഉക്രൈനും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഉക്രൈന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യക്ക് ഉക്രൈനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോവിയറ്റ് യൂണിയൻ ചെറു രാജ്യങ്ങളിൽ ഒക്കെ വിട്ടുകൊടുത്തതിന് ശേഷം റഷ്യക്കായിരുന്നു ഏറ്റവും അധികം നഷ്ടം വന്നത്. കാരണം 3 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് റഷ്യയുടെ നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ റഷ്യക്ക് എപ്പോഴും ഈ ഉക്രൈൻ റഷ്യയോട് ചേർന്ന് നിൽക്കണം എന്നായിരുന്നു റഷ്യക്ക് ആഗ്രഹം. പക്ഷേ അത് ഉക്രൈൻ സ്വതന്ത്ര രാഷ്ട്രമായതോടുകൂടി ഉക്രൈൻ്റേതായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ വന്നു. അപ്പം ഉക്രൈന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ വളരെയധികം സ്വാതന്ത്ര്യം അവർക്ക് കിട്ടിയതോടുകൂടി അവർക്ക് റഷ്യയോടൊപ്പം ചേരാൻ താല്പര്യവുമില്ലായിരുന്നു. അങ്ങനെ ഉക്രൈൻ സ്വതന്ത്ര രാഷ്ട്രമായി സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപെട്ടു. അങ്ങനെ ഇരിക്കെയാണ് ഈ റഷ്യ ഒരു ഉടമ്പടി ഉക്രൈനുമായിട്ട് വേണമെന്ന് പറയുന്നത്. കാരണം ഉക്രൈനാണല്ലോ ഈ ആണവായുധങ്ങളും ഒക്കെ ശേഖരിക്കുന്നതും മിസൈലുകളും ഒക്കെ നിർമ്മിക്കുന്നതും ഒക്കെ. അപ്പം ഇതൊക്കെ തിരിച്ചു വിട്ട് കിട്ടണം എന്ന് പറഞ്ഞു. പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോഴാണ് ഈ ഉക്രൈനിൽ ഇതെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഉക്രൈനിൽ അത്രയധികം നിലമുണ്ടായിരുന്നു, സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം വിട്ടുകിട്ടണം, തിരിച്ച് റഷ്യയിലേക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് ഉക്രൈൻ ഒരു നിബന്ധന വെച്ചു. കാരണം റഷ്യ ഉക്രൈനെ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല എന്നും ഉക്രൈൻ്റെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കണം എന്നും അതേപോലെ തന്നെ ഉക്രൈൻ്റെ സുരക്ഷ റഷ്യ ഏറ്റെടുക്കണം എന്നുമായിരുന്നു ആ നിബന്ധനയിൽ ഉക്രൈൻ പറഞ്ഞിരുന്നു. അത് എഗ്രി ചെയ്തു. റഷ്യയിലേക്ക് ഈ പറയുന്ന ആണവായുധങ്ങളും അതിൻ്റെ ശേഖരങ്ങളും എല്ലാം ഉക്രൈൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ഈ റഷ്യൻ പ്രസിഡന്റിന് ഒരിക്കലും ഉക്രൈനെ വിട്ടുകൊടുക്കാൻ എപ്പോഴും ഈ ഉക്രൈൻ്റെ മേളിലൊരു കണ്ണുണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഇരിക്കെ ഈ 2013 ഉക്രൈൻ സ്വാതന്ത്ര്യം കിട്ടി. 2013 വിക്ടർ യനാക്കോവിച്ച് എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് ഉക്രൈനിൽ അധികാരമേൽക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്രസിഡന്റിന് റഷ്യയോടായിരുന്നു കൂറ്. കാര്യം ഉക്രൈനിൽ പ്രസിഡൻ്റായി അധികാരമേറ്റെങ്കിലും പുള്ളിക്ക് റഷ്യയോട് കൂറായതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും കലാപങ്ങൾ നടക്കുകയാണ്. അങ്ങനെ 2014 ഈ പ്രസിഡന്റ് രാജിവെക്കുകയാണ്. രാജിവെച്ചതോടുകൂടി തന്നെ വീണ്ടും കലാപങ്ങൾ വരുന്നു. റഷ്യ 2014 ഉക്രൈനിലെ ക്രിമിയൻ ദ്വീപ് ആക്രമിക്കുന്നു. ഈ ക്രിമിയൻ ദ്വീപ് റഷ്യ അങ്ങനെ പിടിച്ചെടുക്കുകയാണ്. റഷ്യ പിടിച്ചെടുത്തതോടുകൂടി ഉക്രൈനിൽ വീണ്ടും ഉക്രൈൻ്റെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങുന്നു. ഉക്രൈനിൽ ഒരു കിഴക്കൻ ഭാഗത്ത് ഏതാണ്ട് ഒരു 17% ആൾക്കാരും റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരും റഷ്യയുടെ അനുഭാവമുള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ കുറേ പേരും റഷ്യയോട് ചേരുകയും ചെയ്തിരുന്നു. റഷ്യക്കായിരുന്നു അവരുടെ കൂറും. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും എന്ത് സംഭവിക്കുന്നത്, 2022 ഫെബ്രുവരി 24 ഒരു ഫുൾ സ്കെയിൽ ഇൻവേഷൻ റഷ്യ ഉക്രൈൻ്റെ മേൽ പ്രയോഗിക്കുകയാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഉക്രൈനെ തകർത്ത് കളയാൻ വേണ്ടി നാനാവശത്തുനിന്നും ഉക്രൈനിലേക്ക് ആക്രമണം പടുത്തു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ഇങ്ങനെ ഒരു വലിയ ആക്രമണം ഉക്രൈൻ നേരിടേണ്ടി വന്നു എന്ന് പറയാം. അത് ശരിക്കും പറഞ്ഞാൽ ഉക്രൈനെ തകർത്ത് കളഞ്ഞു. പക്ഷേ ഇങ്ങനെ തുടരെയുള്ള റഷ്യയുടെ ആക്രമണങ്ങൾ ഉക്രൈനിൽ ദേഷ്യം ഉണ്ടാകുകയും അപ്പം ഇതിനകത്ത് റഷ്യ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഈ ഉക്രൈൻ നാറ്റോ രാജ്യത്തിൽ സഖ്യം ചേരാൻ പാടില്ല. പക്ഷേ ഈ റഷ്യയുടെ ഇങ്ങനെയുള്ള ആക്രമണം കൂടി അടുപ്പിച്ച് വന്നതോടുകൂടി ഉക്രൈന് നാറ്റോ രാജ്യത്തിൽ സഖ്യം ചേരാൻ താല്പര്യപ്പെടുകയും ചെയ്തിരുന്നു.
പക്ഷേ 2023 ഉക്രൈൻ തിരിച്ചടിക്കുകയാണ്, പ്രത്യാക്രമണം റഷ്യയിൽ. അങ്ങനെ 2025 വീണ്ടും ഉക്രൈൻ റഷ്യ ആക്രമിക്കുകയാണ്. അങ്ങനെ 2026 ആ യുദ്ധമാണ് ഇന്നും നിലനിൽക്കുന്നത്. പക്ഷേ കാരണം ഇതിനകത്ത് രണ്ട് കാരണമാണ് അവസാനം നമ്മൾ ചുരുക്കി പറയുമ്പം. റഷ്യയുടെ ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഉക്രൈൻ ഒരു തരത്തിലും നാറ്റോ രാജ്യത്ത് ചേരാൻ പാടില്ല, അമേരിക്കയോട് കൂറുണ്ടാകാൻ പാടില്ല, അത് റഷ്യയുടെ സുരക്ഷാ ഭീഷണിയെ തകർക്കുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. പക്ഷേ ഉക്രൈൻ എന്ത് പറയുന്നു? ഉക്രൈൻ സ്വതന്ത്ര രാഷ്ട്രമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമുള്ള എന്ത് കാര്യം ഞങ്ങൾക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ് ഉക്രൈനും പറയുന്നത്. ഇത് ഇന്ത്യക്ക് ഒരു നിഷ്പക്ഷമായ നിലപാടാണ് എടുക്കുന്നത്. കാരണം ഇന്ത്യ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1970 മുതൽ ഇന്ത്യക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് റഷ്യ ആയിരുന്നു. ഇന്ത്യയുടെ മിലിറ്ററി സംവിധാനവും ബങ്കറുകളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന റഷ്യൻ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യയുമായിട്ട് ഒരു പിണക്കത്തിന് എന്താണേലും ഇന്ത്യ തയ്യാറല്ല. അതുപോലെ തന്നെയാണ് ഈ ഉക്രൈനെ ഇന്ത്യ ആവശ്യത്തിൽ കൂടുതൽ സഹായിക്കുകയും ചെയ്തു. ഇന്ത്യ ഉക്രൈനിൽ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നു, ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്നു, ഈ ആയുധങ്ങൾ എന്ന് വെച്ചാൽ ഈ യുദ്ധം നടന്ന സ്ഥലത്തൊക്കെ ആൾക്കാരെ ഒഴിപ്പിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഉക്രൈനും വേണ്ടിയും ഇന്ത്യ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യക്ക് റഷ്യയും വേണം, ഉക്രൈനും വേണം. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ നിഷ്പക്ഷമായൊരു നിലപാടേ എടുക്കുന്നുള്ളൂ. എന്താണെങ്കിലും ഈ യുദ്ധം ജയിച്ചാലും തോറ്റാലും രണ്ട് രാജ്യങ്ങൾക്കും വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് പേര് ഭൂമുഖത്തു നിന്നും മാറ്റപ്പെടുകയും ചെയ്യും എന്നുള്ളത് ശരി തന്നെയാണ്. എന്താണേലും ഈ യുദ്ധം വളരെ സമാധാനമായി പര്യവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.